ഇന്ന് നമുക്ക് എണ്ണ ഒട്ടും കുടിക്കാത്ത നല്ല സോഫ്റ്റ് പൂരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി 1.5 കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദമാവും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ ഓയിൽ, 3/4 ടീസ്പൂൺ ഉപ്പ്. ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറേശ്ശെ പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. വെള്ളം കൂടി പോകരുത്, കുറച്ചൊരു ടൈറ്റായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത്. അതുപോലെ ചൂടുവെള്ളവും ഉപയോഗിക്കരുത്, മാവ് വേഗം സോഫ്റ്റായിട്ട് എണ്ണ കുടിക്കും. അതുകൊണ്ട് പച്ചവെള്ളം തന്നെ ഒഴിച്ച് കുഴച്ചെടുക്കാൻ നോക്കുക. 1-2 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചൊരു ടൈറ്റായിട്ടുള്ള മാവാണ് വേണ്ടത്. 3/4 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തത്, അതായത് 13 ടേബിൾ സ്പൂൺ വെള്ളം. ഇനി ഈ മാവ് ഒരു 20 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. മാവ് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ 20 മിനിറ്റായി. ഇനി ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ചെറിയൊരു നാരങ്ങയുടെ വലിപ്പമുള്ള ഉരുളകളായിട്ട് എടുത്താൽ മതി. ഞാനിവിടെ പത്തിരി പ്രസ്സിൽ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. കൈകൊണ്ട് പരത്തിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതാകുമ്പോൾ വളരെ ഈസിയാണ്. പ്രസ്സിൻ്റെ 2 ഭാഗത്തും കുറേശ്ശെ ഓയിൽ തടവി കനം കുറച്ച് പരത്തിയെടുക്കാം. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പൊങ്ങി വരുമ്പോൾ അതുപോലെ മുകളിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. ഇനി മറിച്ചിട്ടൊന്ന് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചുട്ടെടുത്താൽ മതി. ഇതുപോലെ ഓരോന്നും പരത്തി ചുട്ടെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.